ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ പിന്നെ സോസ് പാനിൽ നല്ലൊരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടേക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 3 എടുത്താൽ മതി വലുതാണെങ്കിൽ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പ് ഉണ്ടാവും. പിന്നെ 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മൈദ, കൊക്കോ പൗഡർ. അപ്പോൾ ഒരു 250 മില്ലിയുടെ കപ്പ് എടുക്കുക. എല്ലാം ഇതേപോലെ തന്നെ അളന്നെടുക്കണം കേട്ടോ. ഇനി ഗ്ലാസ്സിലാണെങ്കിൽ അതേപോലെ അളന്നെടുക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഞാൻ ക്രസ്റ്റ് ക്രമ്മിൻ്റെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 3 ടേബിൾ സ്പൂണ്, വലിയ സ്പൂണിൽ 3 സ്പൂണോളം ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈദ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 1/4 കപ്പോളം മൈദ എടുത്തിട്ട് ബാക്കി വരുന്ന 1/4 ഭാഗത്തോളം നമുക്ക് കൊക്കോ പൗഡർ ഫില്ല് ചെയ്ത് കൊടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല, അളവൊക്കെ കൃത്യമായിട്ട് ഇരുന്നാൽ മാത്രം മതി. അപ്പം ഞാൻ കപ്പിലേക്ക് മൈദ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക. ഇങ്ങനെ കുത്തി നിറച്ച് കോരി എടുത്ത് കൊടുക്കരുത്. മറ്റൊരു സ്പൂണ് വെച്ചിട്ട് മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കാവൂ. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് 1/4 ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡയും 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് 2, 3, 4 തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് കേക്ക് നല്ല സോഫ്റ്റും ഉണ്ടാകും. നല്ല എല്ലായിടത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുകയും ചെയ്യും. കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സായി വരികയും ചെയ്യും. ഞാൻ 2 തവണ മാത്രമേ അരിച്ചെടുത്തിട്ടുള്ളൂ. അതിലെ വേസ്റ്റൊക്കെ പോവുകയും ചെയ്യും. 2 തവണ അരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഞാൻ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിന് മുൻപ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പാനൊന്ന് റെഡിയാക്കി വെക്കണം. നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ, ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഒഴികെ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ കൈവച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഡ്രൈ ആയിരിക്കുക. ബൗളിലോ ഒന്നിലും ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയും റൂം ടെമ്പറേച്ചറിലുള്ള ഇതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരിട്ട് എടുക്കരുത്. തണുപ്പുള്ള മുട്ടയോ അങ്ങനെയൊന്നും എടുക്കരുത്. അപ്പോൾ ഇതേപോലെ 4 മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. വാനിലയുടെ എസൻസ് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് വാനിലയുടെ എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ വേണം, ഫസ്റ്റിൽ സ്പീഡ് കുറച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് ഹൈ സ്പീഡിൽ ഫസ്റ്റിലേ ചെയ്തെടുക്കരുത്. എന്നിട്ട് കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, അത് ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല. പൊടിക്കാത്ത ആകുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ അതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഒരുമിച്ച് അങ്ങ് തട്ടി കൊടുക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ എടുക്കുക, പിന്നെ സെക്കൻഡിലിടുക, പിന്നെ തേർഡിലിടുക, അങ്ങനെ സ്പീഡിൽ. പിന്നെ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ട് ഒരു 5 or 10 മിനിറ്റ്, 7 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ നന്നായിട്ട് എഗ്ഗ് ബീറ്റായി വന്നിട്ടുണ്ട്, വൈറ്റായിട്ട് വന്നിട്ടുണ്ട്.
ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ പാർട്സും വൈറ്റൊന്നും വേറെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുമിച്ച് തന്നെ ചെയ്തെടുത്താൽ മതി. അതാണല്ലോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പ് പാലുണ്ടല്ലോ, 2 സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഓയിലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയുടെ മിക്സ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് കട്ട് ഓഫ് നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് വലിക്കുക. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. വളരെ പതുക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഞാനിത് വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതാണ്. വളരെ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. സ്പീഡ് കൂട്ടി ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകും. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാനിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്കൊരു പാൻ ആദ്യം അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക്, ആ ചൂടായ പാനിൻ്റെ മേലേക്ക് വേണം നമ്മൾ മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഒഴിച്ച് വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 35 മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കേക്കിൻ്റെ സ്പോഞ്ചാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ചാണ് റെഡി ആയിട്ടുള്ളത്. ഞാനൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ കുറച്ച് ടൈം കൂടി ഇങ്ങൾക്ക് വെക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇത്രയും ടൈമൊന്നും വേണ്ട. 25-30 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയായി വന്നോളും. പിന്നെ അതിൽ തന്നെ വെച്ചിരിക്കരുത് കേട്ടോ, ആ പാത്രത്തിൽ തന്നെ ചൂടോടെ വെച്ചിരിക്കരുത്. പിന്നെ അടിഭാഗമൊക്കെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായി തണുത്ത് വരട്ടെ. നിങ്ങൾ കാണുന്നില്ല, നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുള്ള നല്ലൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സോസ് പാനിലൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് വെള്ളത്തിലോട്ടേക്ക് 1/4 ടീസ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് ഇതേപോലെ 3 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയറായി കട്ട് ചെയ്തിട്ട് 2 ലെയർ മാത്രം വെച്ചിട്ട് 1/2 കിലോ വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. ഇത് 1 കിലോയിലധികം വെയിറ്റ് ഉണ്ടാവും ഈ ഒരു അളവിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം 3 ലെയറേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. 4 ലെയർ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കത്തി വെച്ചിട്ടാണ്. ഇത് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ കത്തിയാണ്. നിങ്ങളുടെ അടുത്ത് ഉള്ള ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ മേൽഭാഗത്തൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ലെവലായിട്ട് കിട്ടൂല. അപ്പോൾ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നല്ല പോലെ വിപ്പ് ചെയ്തെടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ കറക്റ്റായിട്ടുള്ള മധുരമേ ചേർക്കുന്നുള്ളൂ, ഒത്തിരി മധുരമൊന്നും ചേർക്കുന്നില്ല. 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു അളവ്. ഒത്തിരി ആയിട്ട് ക്രീം ഇതിൽ യൂസ് ചെയ്യുന്നില്ല, പാകത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ലപോലെ ക്രീമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 കപ്പോളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ലോ ചെയ്തു, പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ ചെയ്യുമ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ നമ്മൾ ബീറ്റർ ഇങ്ങനെ ഒരു സൗണ്ട് ചേഞ്ചായി വരികയും ചെയ്യും. പിന്നെ നമുക്കിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഒരു ടൈറ്റായ പോലെ തോന്നും. ക്രീം ഇങ്ങനെ നല്ല പോലെ ടൈറ്റ് ആയതുപോലെ തോന്നും. ആ ഒരു പാകത്തിൽ ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്രീം ഇങ്ങനെ തിരിച്ച് ഇത് കാണുന്നില്ലേ, ഇതിൽ നിന്ന് വീഴാൻ പാടില്ല. നമ്മൾ ബീറ്റർ ഇങ്ങനെ എടുക്കുമ്പോൾ വീട് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും കുറയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ കമത്തി കൊടുക്കുക. അപ്പോൾ അത് താഴത്തോട്ടേക്ക് ഇങ്ങനെ പോരുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വീണ് പോവുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ലൂസായിട്ടൊന്നുമില്ല.
ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തോട്ടേക്ക് ഇതുപോലെ ക്രീമൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലേ ഈ കേക്ക് ഇല്ലെങ്കിൽ കേക്ക് ബോർഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേക്ക് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീം ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രിസ്റ്റലോട് കൂടിയിട്ട് ഫ്രീസറിൽ നിന്ന് നേരെ എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ ഐസൊക്കെ അലിഞ്ഞു പോകുമ്പോൾ ക്രീം ലൂസായി പോകും. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തലേ ദിവസം ഒന്ന് താഴേക്ക് വെക്കുക, ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ തണുപ്പും ഉണ്ടാവണം, എന്നാൽ കട്ടയും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒഴിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിലേക്ക് ഈ ക്രീം ഇങ്ങനെ വീഴണം. ആ ഒരു പരുവത്തിൽ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം കിട്ടും കേട്ടോ. മെൽറ്റൊന്നും ആയി പോകാതെ ഇതേപോലെ ലാസ്റ്റ് ലെയറും ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്തുള്ളതാണ് കേട്ടോ ഞാൻ മേൽഭാഗത്താക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീമൊക്കെ തേക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടിഞ്ഞ് വരുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ക്രീം ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ക്രം കോട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരും. ആ സെറ്റായി വന്നതിന് ശേഷം വേണം നമ്മൾ മേൽഭാഗത്തെ ലെയർ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീമിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഇതേപോലെ ഒന്ന് ക്രീം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ബോർഡിനൊക്കെ സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊക്കെ പിന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ നൈഫോ അല്ലെങ്കിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ കാർഡുകളുണ്ടല്ലോ, കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കാർഡുകളില്ലേ, അത് വെച്ചിട്ടും ഇതേപോലെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫൈനലായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ ആ ബാക്കി വന്ന ക്രീമിലേക്ക് പിന്നെ സൂപ്പർ റെഡിൻ്റെ കളർ കുറച്ച് ആക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് റോസ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഈ ഒരു ഫ്ലവർ പോലെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. എങ്ങനെ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഇതേപോലെ പിന്നെ താഴ്ഭാഗത്തും കൂടി ചെറിയൊരു ഫ്ലവർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കേക്കാക്കിയത് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൈവഴക്കം അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് അറിയുന്നത് പോലെ ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഡെക്കറേഷനൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഇതാണ് കേട്ടോ, ചോക്ലേറ്റിൻ്റെ ആട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് നിങ്ങളടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് സൈഡ് ഭാഗത്തൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നമ്മൾ കാണുമല്ലോ, അതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. പേരെഴുതുന്നതൊന്നും എനിക്കങ്ങനെ വലിയ പിടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തതാണ്. കേക്കിൽ ഗ്രീൻ കളറും കൂടി, കേക്കിൻ്റെ ക്രീമിൽ ഗ്രീൻ കളറും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഈ ഒരു കളർ കിട്ടി. അപ്പോൾ മോൻ്റെ പേരും കൂടി എഴുതി കൊടുത്തു. അപ്പോൾ മോനെ നല്ല സന്തോഷമായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. ഞാൻ 2 വർഷം മുൻപ് വരെ വീട്ടിൽ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ വീട്ടിൽ എനിക്കറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക്. ഇപ്പോൾ 1-2 വർഷമായിട്ട് എനിക്ക് മടി കാരണം ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. അതിനുശേഷം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.